വയനാട്ടിൽ 2019 രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് അമിത്ഷാ പറഞ്ഞൊരു വാചകം, ഈ പ്രചരണം കണ്ടിട്ട് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്നെനിക്ക് സംശയമുണ്ടാവുന്നു എന്നാണ്. ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ എന്നെനിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് വയനാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ പതാകയെ നോക്കി പരിഹസിച്ച നേതാവിൻ്റെ പേര് അമിത്ഷാ എന്നാണ് 2019. ഇന്നിപ്പോൾ നോക്കൂ, ഏകദേശം വിജയരാഘവൻ സംസാരിച്ചിരിക്കുന്നത് അമിത്ഷായുടെ രാഷ്ട്രീയ ഭാഷയിലാണ് എന്ന് ആർക്കും നിസ്സംശയം പറയാം. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിജയത്തിൽ വർഗീയ ഘടകങ്ങളുണ്ടെന്നായിരുന്നു വിജയരാഘവന്റെ ആരോപണം. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ ഈ രാഹുൽ ഗാന്ധി ഇവിടുന്ന് ഡൽഹിക്ക് എത്തുവോ? പ്രിയങ്ക ഗാന്ധിയോടോ നമ്മൾ കണ്ടില്ലേ? ആരൊക്കെയായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ ഓരോ ഘോഷയാത്രയുടെ മുന്നിലും പിന്നിലും? ആരാ? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങൾ വരെ അതിലുണ്ടായില്ലേ? തീവ്ര വർഗീയ ഘടകങ്ങൾ ഉണ്ടായില്ലേ? ദേശീയതലത്തിൽ സംഘപരിവാർ ആയുധമാക്കാൻ സാധ്യതയുള്ള വാക്കുകളാണ് വിജയരാഘവൻ പറഞ്ഞത്. ഏതെങ്കിലും തരത്തിൽ ലീഗിനെ രാഷ്ട്രീയമായി വിമർശിക്കുകയല്ല ചെയ്തത്, കോൺഗ്രസിനെതിരെയുള്ള രാഷ്ട്രീയ വിമർശനം നടത്തുകയല്ല ചെയ്തത്, അങ്ങേയറ്റം കടുത്ത വർഗീയ ചുവയുള്ള പരാമർശമാണ് നടത്തിയത്. യഥാർത്ഥത്തിൽ എന്താണ് വിജയരാഘവൻ പറഞ്ഞതിലെ ഓരോ വാചകവും എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതിൽ എത്രത്തോളം രാഷ്ട്രീയ ശരിയുണ്ട് എന്ന് നമുക്ക് ബോധ്യമാവും. വയനാട്ടിൽ നിന്ന് 2 പേർ വിജയിച്ചു. രാഹുൽ ഗാന്ധി വിജയിച്ചത് ആരുടെ പിന്തുണയിലാണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. വേറൊരു ശുചായിണ്ട്, ആ വായ തുറന്നാ തന്നെ വർഗീയതയല്ലാതെ മറ്റൊന്ന് പറയാൻ അറിയാത്ത വിജയരാഘവൻ. അവനെ വിളിക്കേണ്ടത് വിജയരാഘവൻ എന്നല്ല, വർഗീയ രാഘവൻ എന്നാണ്. ആ വിജയരാഘവന്റെ പുതിയ പ്രസംഗം അറിയോങ്ങള് എന്താ പറയുന്നത്? അറിയോങ്ങള് രാഹുൽ ഗാന്ധിയെ ജയിപ്പിച്ചത്, പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് ഈ രാജ്യത്തിലെ വർഗീയവാദികളാണ്, ന്യൂനപക്ഷത്തിന്റെ പേര് പറയുന്ന വർഗീയവാദികളാണ്. പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ രാഹുൽ ഗാന്ധി 2019 മത്സരിക്കാൻ വരുമ്പോൾ വയനാട് മണ്ഡലം കൊടുത്ത ഭൂരിപക്ഷം പ്രേക്ഷകർക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. ആ ഭൂരിപക്ഷം എന്നുള്ളത് വയനാട്ടിൽ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എലമെൻറ്റിൻ്റെ ഭൂരിപക്ഷമാണെന്ന് കണക്കുകൾ വെച്ചുകൊണ്ടേ വിജയരാഘവന് സമർത്ഥിക്കാൻ കഴിയുമോ? SDP-യും വെൽഫെയർ പാർട്ടിയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ജമാഅത്തെയുമാണ് ഉദ്ദേശിച്ചതെങ്കിൽ, ഇവർ രണ്ടും കൂടി ഏറനാടും തിരുവമ്പാടിയിലും കൽപ്പറ്റയിലും ബത്തേരിയിലും വണ്ടൂരിലും അടക്കമുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നമ്മൾ മൊത്തമെടുത്ത് പരിശോധിച്ചാൽ പരമാവധി 50,000 ഉള്ളൂ. മൊത്തം വോട്ടർമാർ 50,000 ഉള്ളൂ. അതിൻ്റെ 8 മടങ്ങ് ഭൂരിപക്ഷത്തിലാണ് രാഹുൽ ഗാന്ധി ജയിച്ചു വന്നത് എന്നത് ഓർമ്മിക്കണം. എന്തുമാത്രം വലിയ തെമ്മാടിത്തരമാണ്! അങ്ങനെയാണ് ഇത് പറയേണ്ടത്. എടോ വർഗീയ രാഘവ, നീ ചെയ്യാൻ ശ്രമിക്കുന്നത് RSS പോലും പറയാത്ത വാക്കാണ്. RSS പറയാത്ത വാക്ക്. കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ കൂടിയായ വിജയരാഘവൻ ഉന്നയിച്ചത്. എത്ര അസംബദ്ധമായ പ്രസ്താവനയാണ് നിങ്ങൾ നോക്കണം. ഇങ്ങനെ ഒരു ഭാഷ ഇവിടുത്തെ RSSകാരൻ പോലും ഇവിടെ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അത്രയും മോശമായ ഭാഷയിൽ ഉപയോഗിച്ചത്. അങ്ങനെയാണെങ്കിൽ വണ്ടൂരിലെ വോട്ടർമാർ മുഴുവൻ ആളുകളും, ഏറനാട്ടിലെ വോട്ടർമാർ മുഴുവൻ ആളുകളും, തിരുവമ്പാടിയിലെയും ബത്തേരിയിലെയും കൽപ്പറ്റയിലെയും മുഴുവൻ ആളുകളും തീവ്രമായ വർഗീയ സംഘടനയുടെ പ്രതിനിധികളായിരുന്നു എന്നതാണ്. മുസ്ലിം വർഗീയ ചേരിയുടെ ദൃഢമായ പിന്തുണയില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് ഡൽഹിക്ക് എത്തുമോ എന്നതാണ് ചോദ്യം. രാഹുൽ ഗാന്ധി മത്സരിക്കാനെത്തുമ്പോൾ രാഹുൽ ഗാന്ധി എതിരിടാൻ എത്തിയ CPI നേതാവിന് എങ്ങനെയാണ് വോട്ട് നഷ്ടമായത് എന്നത് വിജയരാഘവൻ ഒരു ഗൃഹപാഠം ചെയ്യണം. ഞാൻ ഇനി പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. പ്രിയങ്ക ഗാന്ധി ഇവിടെ വന്നപ്പോൾ ആരെല്ലാമായിരുന്നു അവരുടെ ഓരോ ഘോഷയാത്രയുടെയും മുന്നിലും പിന്നിലും? ന്യൂനപക്ഷ വർഗീയതയിലെ ഏറ്റവും മോശപ്പെട്ട ഘടകങ്ങൾ, തീവ്രവാദ ഘടകങ്ങളും വർഗീയ ഘടകങ്ങളും അതിലുണ്ടായില്ലേ എന്നാണ് ചോദ്യം. ആരെയാണ് ശ്രീ വിജയരാഘവൻ അങ്ങ് ഈ തീവ്രവാദ ഘടകങ്ങളെന്ന് പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെ പ്രൊസഷൻ നമ്മൾ കണ്ടതല്ലേ? പ്രിയങ്ക ഗാന്ധിയുടെ മുൻനിരയിലും പിൻനിരയിലും മധ്യനിരയിലും ഉണ്ടായിരുന്നത് അവിടുത്തെ ലീഗ് പ്രവർത്തകരായിരുന്നു എന്നത് നേരിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്തപ്പോൾ, നമ്മളെല്ലാവരും റിപ്പോർട്ട് ചെയ്തപ്പോൾ പ്രേക്ഷകർ കണ്ടതാണ്. രാഹുൽ ഗാന്ധിയും സുനീർ എന്ന ഒരു മുസ്ലിം നാമധാരിയുമാണ് ആദ്യം മത്സരം നടന്നത്. അന്ന് 4.5 ലക്ഷം വോട്ടിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത്. ആരെ വോട്ടാണത്? എന്താ ഈ വർഗീയത എന്നതിന്റെ വിവക്ഷ? സുനീർ എന്ന മുസ്ലിമിനേക്കാളും 4.5 ലക്ഷം വോട്ടിന് രാഹുൽ ഗാന്ധി എന്ന ഹിന്ദു സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ച ഒരു മതേതര സമൂഹമാണ് വയനാട്ടിലുള്ളത്. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് നോക്കുക, അന്നും നോക്കുക. രണ്ടാമത് തെരഞ്ഞെടുപ്പ് നടന്നപ്പം സുരേന്ദ്രനാണ് എതിർ സ്ഥാനാർത്ഥി. രാഹുൽ ഗാന്ധി വിജയിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വിജയം മുസ്ലിം വർഗീയതയുടെ വിജയമാണെന്ന് സുരേന്ദ്രൻ പോലും പറഞ്ഞിട്ടില്ല. അത് മനസ്സിലാക്കണം.
ഇപ്പൊ എന്താ പറയുന്നത്? പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിന്റെയും ഒക്കെ മുന്നേറ്റത്തിന് മുന്നിലും പിന്നിലും നിന്നത് എന്താ പറയാ, മുസ്ലിം ഏത് അപകടകാരികളാണ് നിന്നത്? ഇങ്ങോട്ട് പറ, ഏത് അപകടകാരി? ഞങ്ങളാണുള്ളത്, മുസ്ലിം ലീഗാണ്. പിന്നെ ആ ലോക്സഭാ മണ്ഡലത്തിന്റെ മൊത്തം സ്ഥിതിഗതികൾ നിങ്ങൾ എടുക്കുക. കൽപ്പറ്റ മുസ്ലിം ഭൂരിപക്ഷമാണോ? മാനന്തവാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? സുൽത്താൻ ബത്തേരി മുസ്ലിം ഭൂരിപക്ഷമാണോ? തിരുവമ്പാടി മുസ്ലിം ഭൂരിപക്ഷമാണോ? നിലമ്പൂരോ? ഒക്കെ സമാസമമാണ്. ഒരു വണ്ടൂർ ഏറനാട് മാത്രമാണ് അസംബ്ലി മണ്ഡലത്തിൽ എന്താണ് മുസ്ലിം ഭൂരിപക്ഷം എന്ന നിലക്കുള്ളത്. ബാക്കി എന്താണ്? ഒരു വയനാടിലെ ഒരു ജനതയെ, അത് CPM പോലുള്ള പാർട്ടി, ഈ വിജയരാഘവൻ എന്താ ഭ്രാന്തായോ? അയാളുടെ വായക്ക് ചങ്ങലിടേണ്ട സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ CPM എന്ന പാർട്ടി ഇവിടെ ഉണ്ടാവില്ല. അവിടെ പതാകയുമായി എത്തിയ ആളുകളുണ്ടായിരുന്നു. പക്ഷെ പതാക ഉയർത്താൻ പറ്റാത്ത വിധം രാഷ്ട്രീയ കലുഷിതമായ വർഗീയ വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്തുന്ന ഒരു കൂട്ടർ ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധ്യം ലീഗിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലീഗ് അതൊരു ഒരിക്കലും ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയില്ല. പ്രചരണത്തിൽ ബലൂണുകൾ, കൊടിക്ക് പകരം ബലൂണുകൾ കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചത് അത്യന്തം അപകടകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് വയനാടിനെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ്. അത് ലീഗ് കാണിച്ച സംയമനം ഇന്ന് വിജയരാഘവൻ കാണിക്കാതെ പോയി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു രാഷ്ട്രീയ വിടുവായുത്തമാണ് എന്നാണ് ഞാൻ പറയുക. നിങ്ങൾക്ക് മുസ്ലിം ലീഗ് പ്രശ്നം, ലീഗിനെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നുള്ള അഗാധമായ ചിന്തയിലാണ് ഈ പിണറായി വിജയനും കൂട്ടരും CPM-ഉം. ലീഗ് മാത്രം നന്നായാ മതിയോ? മുസ്ലിങ്ങൾ മാത്രം നന്നായാ മതിയോ? അത് മാത്രം മതിയോ? ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട് ഈ നാട്ടിന്, ഈ മണ്ണിന്. ഇവിടുത്തെ ഹിന്ദു, ഇവിടുത്തെ മുസ്ലിം, ഇവിടുത്തെ മറ്റു മതസ്ഥർ എത്രമാത്രം സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ഒരുമിച്ച് കഴിയുന്ന ഒരു നാടായി കേരളം. വേറെന്ത് പ്രത്യേകത ഇവിടെ ഉള്ളത്? നിങ്ങളിങ്ങനെ വർഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പക്ഷേ നാളെ 10 വോട്ട് കിട്ടാം. അതിനപ്പുറം ഈ രാജ്യം നിൽക്കണ്ടേ? നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇത് രാഷ്ട്രീയ വായാടിത്തം എന്ന് മാത്രമല്ല, രാഷ്ട്രീയ വിടുവായിത്വമാണ് എന്നാണ്. ഒന്ന്, വസ്തുതകൾക്ക് നിരക്കുന്നതല്ല. പ്രിയങ്ക ഗാന്ധി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ കഴിഞ്ഞ തവണ CPI കിട്ടി എത്ര വോട്ട് കുറഞ്ഞു എന്നറിയാമോ? 72,000 വോട്ടുകളാണ് CPIയുടെ വോട്ടുകൾ കുറഞ്ഞത്. ആനി രാജയും ഇപ്പോൾ സത്യൻ മൊകേരിയും തമ്മിലൊരു കമ്പാരിസൺ നടത്തി 72,000 വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആനി രാജയ്ക്ക് കിട്ടിയ 72,000 വോട്ടുകൾ തീവ്ര വർഗീയ നിലപാടുള്ള മുസ്ലിം വിഭാഗത്തിൻ്റെതായിരുന്നു? അവർ തീവ്രവാദികളായിരുന്നു? ആനിരാജയ്ക്ക് വോട്ട് ചെയ്ത ഇപ്പോൾ ആ ആനിരാജയുടെ വോട്ട് നേരെ ഇറങ്ങി പ്രിയങ്ക ഗാന്ധിക്ക് 72,000 വോട്ട് പോകുമ്പോൾ BJPയുടെ വോട്ട് ബാങ്കിൽ നിന്ന് 32,000 വോട്ടാണ് ചോർത്തിയെടുത്തത്. അതായത് കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ 141 ആണെങ്കിൽ ഇത്തവണ നവ്യ ഹരിദാസ് മത്സരിക്കുമ്പോൾ 1,09,000 ഏകദേശം 32,000 വോട്ടിൻ്റെ കുറവ് BJPക്കുണ്ടായി. ആ BJPയുടെ വോട്ട് ബാങ്ക് പ്രിയങ്ക ഗാന്ധി എടുത്തത് തീവ്ര മൈനോറിറ്റി വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള വോട്ടായിരുന്നു. രാഷ്ട്രീയമായ സ്റ്റാറ്റിസ്റ്റിക്സും ഗൃഹപാഠവും ചെയ്യാതെ വിജയരാഘവൻ നടത്തിയ ഒരു രാഷ്ട്രീയ വിടുവായുത്വത്തിന് വലിയ വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. എന്താ ഇതൊക്കെ? ഇയാൾ ഇന്നൊന്നിനും തുടങ്ങിയതല്ലോ. ഇയാൾ എത്ര കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്? ഇയാളെ പോലുള്ള ഇത്തരം നയം വെച്ചിട്ട് CPM എങ്ങനെ മുന്നോട്ട് പോവുക? ഇത് കേന്ദ്ര BJPക്ക്, ഈ സെൻട്രൽ BJPയുടെ നയമാണ് ഇവിടുത്തെ CPMന്റെ നേതാക്കളിലൂടെ പുറത്തു വരുന്നത്. ന്യൂനപക്ഷങ്ങളെ കുറെ പ്രീണിപ്പിക്കാൻ കുറെ ഇഫ്താർ വിരുന്നും പോത്തിറച്ചി ഫെസ്റ്റിവലൊക്കെ നടത്തി നോക്കി, ഒരു പ്രയോജനം ഉണ്ടായില്ല. ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പം വർഗീയത ആളിക്കത്തിക്കുക, ഭൂരിപക്ഷത്തെ ഒരു മുസ്ലിം വിരുദ്ധർ BJPയെക്കാളും ഞങ്ങളാണ് എന്ന് വരുത്തി തീർത്ത് ഈ എന്താ പറയാ മുസ്ലിം വിരുദ്ധരായ ആളുകളെ വോട്ട് BJPയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരണം. എവിടെ വരാനാ? ഈ കേരളമാണത്, മലയാളികളാണ്. അതിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ന്യൂനപക്ഷവും തീവ്രവാദവും ഭൂരിപക്ഷ വർഗീയതയും, അഥവാ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ അപകടകരമാണ് എന്ന് നമുക്കൊരു നിഷ്കളങ്കമായ ഒരു നിലപാടെടുക്കുക എളുപ്പമാണ്. അതാർക്കും എടുക്കാം. പക്ഷേ ഇടതുപക്ഷം എടുക്കേണ്ട നിലപാട് അതാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും അധികാരത്തിലുള്ളതൊരു ഭൂരിപക്ഷ വർഗീയതയെ പിൻപറ്റുന്ന രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ ന്യൂനപക്ഷ വർഗീയതയേക്കാൾ ആദ്യത്തെ ശത്രുവും ഏറ്റവും അപകടകാരിയായിട്ടുള്ളതും അധികാരം കയ്യിലുള്ള വർഗീയതയായിരിക്കും. അധികാരം കയ്യിലുള്ള ഏതു വർഗീയതയുടെയും അത്ര ആഴമേറിയതായിരിക്കില്ല അധികാരമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ വർഗീയത എന്നുള്ള പാഠം. അതാണ് ഇടതുപക്ഷം സ്വീകരിക്കേണ്ടിയിരുന്ന പാഠം. നിർഭാഗ്യവശാൽ അടുത്ത കാലത്ത് വരെ ഇടതുപക്ഷം അത് സ്വീകരിച്ചു. എന്നാൽ മുസ്ലിം ലീഗിനെ തങ്ങളുടെ പക്ഷത്ത് കിട്ടില്ല എന്ന് കണ്ടപ്പോൾ മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട് ആദ്യം CPM എടുത്തിരുന്ന നിലപാടുണ്ടല്ലോ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലെ മതേതര പാർട്ടി
എന്ന CPM-ന്റെ നിലപാട് അവർ തിരുത്തുന്നു. SDP-യുടെയും മൗദൂദിസ്റ്റുകളുടെയും അഥവാ ജമാഅത്തെയുടെയും പിടിയിലകപ്പെട്ടു പോയിരിക്കുന്ന ലീഗ് എന്ന പുതിയ നരേഷൻ കൊടുക്കുന്നു. ആ നരേഷൻ ആരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്? അതാണോ ഒരു ഇടതുപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ അറിഞ്ഞുള്ള രാഷ്ട്രീയ യാഥാർത്ഥ്യം അറിഞ്ഞിട്ടുള്ള നിലപാടുണ്ടാവുക? അധികാരമുള്ള ഭൂരിപക്ഷ വർഗീയതയുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ എത്ര മൂർച്ചയുണ്ടോ തീവ്രവാദ രാഷ്ട്രീയത്തിന്, ന്യൂനപക്ഷ തീവ്രവാദ രാഷ്ട്രീയത്തിന്? അങ്ങനെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. പാണക്കാട് തങ്ങളോട് പറയണം, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാ? ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള ശബ്ദം മയപ്പെടുത്തല്ല ഇവൻ പറയാണ്, ഈ പിണറായി വിജയൻ പറയാണ്, നിങ്ങൾ ജമാഅത്തിനെതിരെ എന്താ പറയാത്തത്? അപ്പൊ തന്നെ മൈക്ക് കെട്ടുക, 15,000 വാട്ട്സ് അറിയാം. എന്നിട്ടോ ലീഗ് ജമാഅത്തിനെതിരെ ഒരു ഗംഭീര പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് സമർപ്പിക്കുക. അടുത്ത ദിവസം ചോദിക്കാണ്, നിങ്ങൾ SDP എന്താ പറയാത്തത്? ഉടനെ അടുത്ത മൈക്ക് SDP-ക്കെതിരെ ഒരു വമ്പിച്ച പ്രസംഗം നടത്തിയിട്ട് പിണറായിക്ക് സമർപ്പിക്കുക. താൻ പോയി പണി നോക്കണോ? അതിന് വേറെ സംഘടന നോക്ക്. ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിനനുസരിച്ച് വർത്താനം പറയുന്ന പണിയല്ല ഇവിടെ. ഞങ്ങൾക്കറിയാം ആരെ എപ്പോ എതിർക്കണം, എങ്ങനെ എതിർക്കണം, ഏത് തരത്തിൽ എതിർക്കണം. എതിർത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒരുമിച്ചിരുന്നവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങളെ തറപറ്റിക്കാൻ നോക്കുമ്പോ നിന്റെയൊക്കെ ഊപ്പാട് ഇളക്കിയിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. കേരളത്തിലെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം. SDP-യെ കൂട്ടുപിടിച്ചിട്ടുണ്ട് നിങ്ങൾ. അബ്ദുൽ നാസർ മദനിയെ കുറ്റിപ്പുറത്ത് സ്വന്തം സ്റ്റേജിൽ ഇരുത്തിയിട്ട് ഇതുപോലെ ഇരുത്തിയിട്ട് ചന്ദ്രനോടൊക്കും ഭവാൻ, ഇന്ദ്രനോടൊക്കും ഭവാൻ എന്ന് പറഞ്ഞ വർഗീയ മൂരാച്ചിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അന്നാ വേദിയില് ഈ വർഗീയ രാഘവൻ, ഈ വിജയരാഘവനും ഇപ്പുറത്തുണ്ട്. അറിയോ വിജയരാഘവന്? അന്നും മുട്ടുപറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്, അന്നും വോട്ട് കുറച്ചിട്ടില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു MP-യുടെ. നിങ്ങൾക്കറിയാലോ. അതുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന വർഗീയത അവിടെ കളിച്ചാൽ മതി. അതിന് ലീഗിന്റെ അടുത്ത് വന്ന് വില പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്താ എല്ലാ മതക്കാരും കൂട്ടി പറയാത്തത്? തീവ്ര സ്വഭാവമുള്ളവരെ എല്ലാ മതത്തിലും ഇല്ലേ നമ്മൾ കണ്ടതല്ലത്? ഇത് എപ്പോഴും ഒരു മുസ്ലിങ്ങളെ മാത്രം ഫ്രെയിമിലിട്ടിട്ട് ഇവ്വിധ ചീത്ത പറയാൻ നിങ്ങൾക്ക് അരിവാളം ചുറ്റേക്കും വോട്ട് ചെയ്ത ഒരുപാട് ലക്ഷോപലക്ഷം മുസ്ലിങ്ങളുണ്ട്. അവരെ നേരെ നിങ്ങൾ പല്ലിളിക്കല്ലേ? അവരല്ലേ പ്രതിസന്ധിയിലായത്? അത്തരം നിഷ്കളങ്കമായ നിലപാടുകൾ എടുക്കുന്നത് രാഷ്ട്രീയ നിഷ്കളങ്കതയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. അത് തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ അടവു നയം എന്ന നിലയിൽ എടുക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ സമയമല്ലല്ലോ, ജില്ലാ സമ്മേളനങ്ങളുടെ സമയമല്ലേ, തെറ്റ് തിരുത്തേണ്ട സമയമല്ലേ, രാഷ്ട്രീയ പാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട സമയമല്ലേ? നമ്മൾ കണ്ടത് വയനാട്ടിൽ എന്തുകൊണ്ടാണ് 1,41,000 എന്ന K. സുരേന്ദ്രന്റെ എത്ര ഭൂരിപക്ഷം BJP-ക്ക് കിട്ടിയതിനെ വിജയരാഘവൻ വിമർശിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് അവിടുത്തെ ക്രിസ്ത്യൻ ബെൽറ്റുകളിലേക്ക് BJP കടന്നു കയറാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് വിമർശിക്കാതിരുന്നത്? മുനമ്പമടക്കമുള്ള വിഷയങ്ങൾ വയനാട്ടിൽ ഉയർത്തിപ്പിടിച്ചതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത്? ഈ പ്രതികരണങ്ങൾ എന്തുകൊണ്ടാണ് വിജയരാഘവനിൽ നിന്ന് വരാതിരുന്നത്? അവിടെയാണ് നമുക്ക് സംശയമുണ്ടാവുന്നത്. അതൊരു നിഷ്കളങ്കമായ വായാടിത്തമായിരുന്നില്ല, അതൊരു രാഷ്ട്രീയ വിടുവായുത്വമാണ്. അത് യഥാർത്ഥത്തിൽ വസ്തുതകൾക്ക് നിരക്കുന്നതേ ആയിരുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തെ അതൊരു മുസ്ലിം ന്യൂനപക്ഷ വിജയമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന BJP-യുടെ ക്യാമ്പിനിട്ട് കൊടുത്ത ഒരു വെടിമരുന്നായിരുന്നു യഥാർത്ഥത്തിൽ വിജയരാഘവന്റെ സ്റ്റേറ്റ്മെന്റ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ അമിത്ഷാ 2019 പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇപ്പോൾ വിജയരാഘവൻ പറയുന്ന സ്റ്റേറ്റ്മെന്റും തമ്മിൽ സിനിമയിൽ പറയുന്നത് പോലെ ചേട്ടൻ്റെയും എൻ്റെയും ശബ്ദം ഏകദേശം ഒരേപോലെയിരിക്കുന്നു എന്ന നിരീക്ഷണത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരുന്നത്. ഇത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശബ്ദമല്ല ഇന്ന് വിജയരാഘവന്റെ കേട്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം എത്രയാണെന്ന് പ്രേക്ഷകർക്കറിയാമല്ലോ. 4,10,000 ഇക്കുറി. ആ 4,10,000 വരുന്ന വിഭാഗങ്ങൾ, ഈ പറയുന്ന ഫ്രിഞ്ച് എലമെന്റ് വയനാട്ടിൽ ഏത് കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഉള്ളതെന്ന് ശ്രീ വിജയരാഘവൻ കാട്ടിത്തരേണ്ടതുണ്ട്. ഇതാദ്യമായിട്ടല്ലല്ലോ, ഇതിനു മുമ്പും ഈ വിടുവായുത്വം പറഞ്ഞിട്ടില്ലേ? അടിക്കടി CPM-നെ പ്രതിരോധത്തിലാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ വിജയരാഘവൻ നടത്തുമ്പോൾ അത് ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. തീർച്ചയായും പ്രിയങ്ക ഗാന്ധിയുടെ വിജയം ഏതെങ്കിലും മുസ്ലിം ന്യൂനപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിജയമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. ആ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധി വിജയിക്കേണ്ടിയിരുന്നു, രാഷ്ട്രീയമായ അനിവാര്യതയായിരുന്നു. സത്യൻ മൊകേരിയുടെ ഫൈറ്റ് അത്ര ദുർബലമായിരുന്നു. മറുഭാഗത്ത് നവ്യയുടെ വോട്ട് കുറയ്ക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു പൊളിറ്റിക്കലായിട്ടുള്ള വിജയം എന്ന നിലയിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. ഡെഫിനറ്റ്ലി അതിൽ പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം എന്ന രീതിയിലുള്ള ഒരു വൈകാരികമായ വോട്ടിംഗ് അതിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവാം. അത് വേണമെങ്കിൽ പറയാം, അതൊരു രാഷ്ട്രീയമായ ബോധ്യമാണ്. വൈകാരിക വോട്ടിംഗ് ആണ് വയനാട്ടിൽ നടന്നത് എന്ന് വേണമെങ്കിൽ പ്രതികരിക്കാം. സത്യൻ മൊകേരി വരെ മാക്സിമം അതാണ് പ്രതികരിച്ചത്. സത്യൻ മൊകേരി പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. പക്ഷേ സത്യൻ മൊകേരി പരാജയപ്പെട്ടു. പക്ഷേ അദ്ദേഹം പോലും ഉയർത്താത്തൊരാരോപണമാണ് ഇന്നിപ്പോൾ വിജയരാഘവൻ നടത്തിയിരിക്കുന്നത്. അത് അത്യന്തം ഗുരുതരമാണ്. അത് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്നു പോകുന്നതല്ല. അതിന് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ സ്വരവും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഭാവവുമുണ്ട് വിജയരാഘവന്റെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിൽ. എന്റെ സഖാവേ,
നിങ്ങൾ ഇവിടെ വന്ന് ഈ വൃത്തികെട്ട വർഗീയത കളിക്കുന്നതിന് പകരം ഒരു കാര്യം ആലോചിച്ചു നോക്ക്. വയനാട്ടിലെ 175 ബൂത്തില് രണ്ടാം കക്ഷി RSS ആണ്. നീ എവിടെടാ? നിങ്ങൾ ലീഗിനെ മര്യാദ പഠിപ്പിക്കാൻ വരുമ്പോ നിന്റെ അനുയായികൾ മുഴുവൻ CPM നിന്ന് RSSലേക്ക് പോവുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 175ലധികം ബൂത്തുകളില് ഞങ്ങൾ ജയിച്ചു വന്നപ്പോ രണ്ടാം സ്ഥാനത്ത് RSS ആണ്. ഞാൻ വെറുതെ പറയാ, തെളിവ് പറയണോ? ഓരോ മണ്ഡലത്തിന്റെ കണക്കും ബൂത്തിന്റെ കണക്കും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാൻ പറഞ്ഞുതരാം. ഘട്ടങ്ങളിൽ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകൾ പോയി നോക്ക്. അവിടെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ട്, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ. അവർ തമ്മിലുള്ള സ്നേഹമെന്ന് പരിശോധിക്ക്. നിന്റെ വീട്ടിലേക്ക് വരുന്ന നിന്റെ മക്കളോട് ചോദിക്ക് അവിടുത്തെ മറ്റു മതസ്ഥരെ കുറിച്ച്. എല്ലാവരും ഒരുമിച്ചാണ്, സ്നേഹിച്ചാണ് കളിക്കുന്നത്, ചിരിക്കുന്നത്, ഈ അങ്ങാടികളിൽ സഹവസിക്കുന്നത്. 4 വോട്ടുകൾക്ക് വേണ്ടി എടോ CPM-കാരാ, എടോ വർഗീയ രാഘവ, നീയൊക്കെ കളിക്കുന്ന ഈ വൃത്തികെട്ട കളിയുണ്ടല്ലോ, ഒരു കാര്യം ഉറപ്പാണ്, നാളെ ജയിക്കോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾ ഉറപ്പിച്ചു വച്ചോ, ഞങ്ങളുടെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിന്റെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ കിട്ടാവുന്ന വലിയ തിരിച്ചടി അത് തരാനാണ് ഞങ്ങൾ ഒരുങ്ങി നിൽക്കുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് തന്ന പോലെ, വയനാട്ടിൽ തന്ന പോലെ.